ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വണക്കം. ഇന്നിപ്പോൾ 6:23 ആയിക്കോട്ടെ നമ്മൾ വർക്കിന് ഇറങ്ങുന്ന സമയം. നമ്മളെ വണ്ടി സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉള്ളിൽ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്, അതിനൊക്കെ ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ ഏതൊക്കെ കിളികൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കലില്ല. ഞാൻ ഇന്നലെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ ശ്രദ്ധിക്കണം ആ സൗണ്ട് കേൾക്കണത്. ഇപ്പോഴൊക്കെ അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് രാവിലെ ആയതുകൊണ്ട് എന്താ അറിയില്ല, നല്ലൊരു രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആ ഒരു കിളിൻ്റെ സൗണ്ട് ഉണ്ടാകുമ്പോൾ ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കണില്ല. ഞാൻ എൻ്റെ വോയിസ് മാത്രമേ ഇതിൽ കയറണുള്ളൂ എഴുതിക്കണേ. ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേ, കിളിയാളെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ മോർണിംഗിൻ്റെ ഒരു ഫീൽ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇപ്പോൾ ഇതിപ്പോൾ ഒരു 3 ദിവസമായി ഇപ്പോൾ ഇങ്ങനെ ആയിട്ട്. ഇതേതോ കൂടോത്രം കിട്ടിയ കാക്കക്ക് കിട്ടിയ പണിയും തോന്നുന്നുണ്ട്. നമ്മളെ വണ്ടിമ്പോൾ വന്നാണ്ട ശരിയാക്കിക്കണേ. ചോര ദൂരാന്നൊക്കെ കേൾക്കില്ല, അതേപോലെയാണ്. കാക്ക തിട്ടം തന്നെയാണ്. അവിടെ 2 ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, പിന്നെ അവിടെ മേലൊന്നുണ്ട്, പിന്നെ നമ്മൾ ഈ ബാക്കത്തെ ഗ്ലാസ് ഉണ്ടോ ഇവിടെ ഇങ്ങനെ കുറച്ചായിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ച് നോർമലായിട്ട് കിട്ടണം കേട്ടോ. ഈ ഒരു തെനൻ്റെ പോലത്തെ അപ്പി. നമ്മളെ പുറം അലങ്കോലാണെങ്കിലും അകം ഫുള്ള് ക്ലീൻ ആട്ടോ. അകയൊന്നും നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്, അകം ഫുള്ള് ക്ലീനാണ്. ഓക്കെ, അപ്പോൾ സമയം 6:25 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഊബർ ഓണാക്കി നോക്കട്ടെ. ഊബറിന് അപ്ഡേഷനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, അപ്ഡേഷനും കാര്യങ്ങളൊന്നുമില്ല. ഊബർ ഓണാക്കിയിട്ടുണ്ട്. റാപ്പിഡോ പാടെ ഓണാക്കട്ടെ. യാത്ര ഓണാക്കലില്ല കേട്ടോ. പിന്നെ നമ്മളെ താജൊന്നില്ലേ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വിവോൻ്റെ. ഇത് ഡിസ്പ്ലേ മാറാനെന്നൊക്കെ പറഞ്ഞത്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മളെ സമയം കളയാനുള്ളൊരു പരിപാടി ആയിരിക്കും. കാരണം ഇതുണ്ടോ, ഇത് വേറെ മൊബൈൽ ഷോപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കറുണ്ടോ, അവർ അഡ്രസ്സും കാര്യങ്ങളും എഴുതിയത്. പിന്നെ ഇവിടെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ ഓരോ ഇൻസുലേഷൻ ടൈപ്പുകൾ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ. അതുണ്ട് ഈ സൈഡിൽ കൂടിയുള്ള. അപ്പോൾ അത് ഡിസ്പ്ലേ തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ വല്ല ബോഡി ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ കുറേ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേസ് ഒഴിവാക്കും. ഡിസ്പ്ലേ മാത്രമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്താൽ മതിയല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സമയം ഒരുപാട് പോകും. ഇതിപ്പോൾ ഡിസ്പ്ലേ മാറ്റിയാലും നമുക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ട്രിപ്പ് ഒഴിവാക്കിയാൽ, ട്രിപ്പ് ഒരു 4-5 ട്രിപ്പ് എടുത്താൽ പൈസ ആയില്ലേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആവും. മറ്റേ ടൈം ഇങ്ങനെ റിസ്ക് പിടിച്ച് നിൽക്കണം, സമയം കുറേ പോകും. അപ്പോൾ ഏതായാലും ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടെ. എപ്പോഴേലും ഫ്രീ കിട്ടുമ്പോൾ മാത്രമേ മൊബൈൽ ഷോപ്പിൽ കയറുള്ളൂ, അല്ലെങ്കിൽ കയറുന്ന പരിപാടിയൊക്കെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഏതായാലും ഞാൻ അപ്പുറത്ത് കിടക്കട്ടെ കേട്ടോ. വണ്ടി ഞാൻ അങ്ങോട്ടാണ് ഫ്രണ്ട് ഇട്ടത്. സാധാരണ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരല്. ഇന്നലെ ഞാൻ അവിടെ നമ്മളെ വൈഫ് ഹൗസിൽ നിന്ന് നെയ്ച്ചോറ് വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റ് അപ്പുറത്താണ്. അപ്പോൾ ഇതിൽ കൂടി ചാടി കിടക്കണം. ഇന്നലെ നമ്മൾ CNGയിൽ 7 ഓടിയത് 79 കിലോമീറ്റർ ആട്ടോ. ഇന്നലെ CNGയിൽ ഓടിക്കണേ. 2 കട്ട പെട്രോളും ഉണ്ട്, ഹാഫ് കട്ട CNG ഉണ്ട്. ബിയില് 257 കിലോമീറ്റർ. അത് 2 ദിവസത്തേതായിരിക്കും. അപ്പോൾ അത് 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങുകയാണ് ഗേയ്സ്. വണ്ടിയിൽ കുറേ കൊതുക് കയറിയിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ കാണൂലാന്ന് തോന്നണേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുണ്ടമ്പാലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ AC ഇങ്ങനെ 2-ലിട്ടാണ്ടേ കുറച്ച് നേരം ഇങ്ങനെ വണ്ടി തണുപ്പിക്കട്ടെ. അപ്പോഴാണ് ഈ കൊതുകാൾ ഇങ്ങനെ പാറി വരല്. ബാക്കിലൊക്കെ ഉണ്ടാവും. ബാക്കിലൊരു 3-4 പാറി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ബാക്കിലൊക്കെ ഒന്ന് പോയിട്ട് ഇവരൊക്കെ ഒന്ന് തച്ച് കൊല്ലട്ടെ. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാം കേട്ടോ. സൂപ്പർ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സമയം 7:19 7:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കൊല്ലം കുടിമകൾ പോവാം. നമ്മളെ റിൻസതുംപാടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓനിപ്പോൾ അവിടെ വിട്ടിട്ടുണ്ട്, കൊല്ലം കുടിമകൾക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കാം. ഇവിടുന്ന് ഇപ്പോൾ ഇനി ട്രിപ്പ് അടിക്കും എന്താ അറിയില്ല, ഇവിടെ തിരക്കാവൽ തുടങ്ങി. അങ്ങനെ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വളവിലാണ് നമ്മൾ വണ്ടി ഇടൽ. ഇവിടുന്ന് എന്തായാലും ട്രിപ്പ് അടിക്കലുണ്ട്. ഇവിടുന്ന് ഇനി ട്രിപ്പ് അടിച്ചിട്ട് പോവാം. എന്തായാലും ഒരു 1/4 മണിക്കൂർ ഇവിടെ നിന്ന് നോക്കാം, എന്നിട്ട് ഇവിടുന്ന് പോവാം. കാരണം സാധാരണ ഇവിടുന്ന് എപ്പോഴും ട്രിപ്പ് അടിക്കലുണ്ട്. റിൻഷത് വെക്കലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റിൻഷതിന് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചു കേട്ടോ. 600 സംതിങ് എത്ര ഉണ്ട് എയർപോർട്ടിക്കാൻ തോന്നുന്നുണ്ട്. ഏതായാലും വണ്ടി കുറച്ച് ബാക്കിൽ ഇട്ടിട്ട് ആ ട്രിപ്പ് എനിക്ക് വന്നില്ല കേട്ടോ. മാച്ച് ട്രിപ്പാണ് വന്നത്. തൊട്ടപ്പുറം തന്നെ ഇവിടുന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ഫ്ലാറ്റ് ഉണ്ടായി, എന്നാണ് പിക്കപ്പ് അടിച്ചത്. അങ്ങനെ നമുക്കും ട്രിപ്പ് അടിച്ചു ഗേസ്. 7:44 ആയിട്ട്. അപ്പോൾ സമയം ഒരു സിനിയാണ്, ആൻഡ്രോമേഡ മൂർത്തിയാണ് പിക്കപ്പ് പോയിന്റ് ആട്ടോ അത്. അപ്പോൾ നമുക്കും ചെറിയ ദൂരം ഉള്ളൂ, 400 മീറ്റർ ഉള്ളൂ. നമ്മളത് നമ്മളതും അവിടേക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഏതായാലും പോയിട്ട് സിനിനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. നമ്മളെ കൈനീട്ട ട്രിപ്പ് ഇത് നമ്മളെ കളമശ്ശേരിക്കാട്ടോ. 155 രൂപ അങ്ങനെ എന്തോ ആണ് ഫെയർ കണ്ടത്. ഈ ഒരു ഫ്ലാറ്റ് എന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. അങ്ങനെ നമ്മൾ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. എന്താ ആൻഡ്രോമേഡ അങ്ങനെ എന്തോ പേര്. കസ്റ്റമർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കമ്മിങ്. അപ്പോൾ ആള് വരുമായിരിക്കും, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പം ഇനി കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒരു അരേവിട് എന്നുള്ളൊരു മെസ്സേജ് അടിച്ചിടാം. ഫസ്റ്റത്തെ ട്രിപ്പ് വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കളമശ്ശേരിയിലുള്ള രാജഗിരി സ്കൂളിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 146 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. അത് 6.74 കിലോമീറ്റർ, 13 മിനിറ്റ്, 170 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തു. 146 നമുക്ക് കിട്ടി. ഞാൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ. നമുക്കവിടെ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ്റെ അവിടെ പോയി നിൽക്കാം. ഇവിടെ സ്കൂളിൽ ഇപ്പോൾ നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല, ഇപ്പോൾ എല്ലാവരും സ്കൂൾക്ക് വരുന്ന ടൈമല്ലേ. അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവിടെ വണ്ടി ഇടാനൊക്കെ കുറേ സ്ഥലമൊക്കെ ഉണ്ട്.
അപ്പോൾ ഏതായാലും നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ അടിയിലേക്ക് പോയി നിൽക്കാം. അവിടെ ഒരു 10 മിനിറ്റ് നിന്നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബെന്നി. ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കാൻ. നമ്മുടെ അടുത്ത് തന്നെയാണ് പിക്കപ്പ് ഉള്ളതാണ്ടോ, കുറച്ച് നീങ്ങിയാൽ മതി ഫ്രണ്ടിക്ക്. ഹലോ ഹലോ ആ, എവിടെ നിൽക്കണേ? ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്ത് ഫ്രണ്ടിലുണ്ട്. ആ, നമ്മൾ ആ ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് നമ്മളെ കരിങ്ങാച്ചറി അല്ല, ഇവിടെ ഇരുമ്പനത്തുള്ള സ്റ്റുഡിയോന്റെ ഫ്രണ്ടിലുള്ള ഒരു ഫ്ലാറ്റിക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചു, ഗ്ലോബിൻ. നമ്മൾ ആസ്റ്റർ മെഡ്സിറ്റിക്കാ 280 ഇത്ര ഉള്ളു നമ്മളെ റേറ്റ്. മറ്റേ 18 കിലോമീറ്റർ ഉണ്ട്, പിക്കപ്പും പാടെ കൂടി 19 കിലോമീറ്റർ. ഞാനേ കസ്റ്റമർ ജസ്റ്റ് ഒന്ന് വിളിച്ചു, ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ നിൽക്കുകയാണ്. കാരണം നഷ്ട ട്രിപ്പാണല്ലോ. 20 കിലോമീറ്റർ നമുക്ക് 400 ഉപ്പിട്ടുണ്ട് കൊടുത്ത് 280 എത്ര, അതിൽ ടാക്സും പോയ ഒരു 250 സംതിങ് കിട്ടും. അപ്പോൾ അത് നഷ്ടമായി മാറും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ കസ്റ്റമർ വിളിച്ചാലോ എന്ന് കരുതി. പിന്നെ എന്താന്ന്, ഗ്ലോബിൻ എന്നാണ് പേര്. കുറച്ച് സ്റ്റാൻഡേർഡ് കസ്റ്റമറെ തോന്നുന്നുണ്ട്. ആണ് വിളിച്ചപ്പോൾ സംസാരത്തിലേക്ക് എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അവരോടൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് പോകാന്ന് പറയുമ്പോൾ ഒരു രസം കിട്ടൂല. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഒരു മയത്തിലിങ്ങനെ പറഞ്ഞു, സാറേ ആസ്റ്റർക്കാണോ ചോദിച്ച്. അതെ ആസ്റ്റർക്കാണ് പറഞ്ഞത്. നമുക്കിത് ഊബർ അല്ലാണ്ട് ക്യാൻസൽ ചെയ്ത് പോയാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്തെന്ന് ചോദിച്ചതിനോട്. അപ്പോൾ ആൾ പേടിച്ചെന്താ അറിയില്ല. ഞാൻ പറഞ്ഞു ഇതേ റേറ്റിന് തന്നെ, ഊബറിൻ്റെ ഈ റേറ്റിൽ നിങ്ങൾക്ക് കാണിച്ച റേറ്റിന് ഊബർ അല്ലാണ്ട് പോയാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പോൾ ആളിങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഊബറിൻ്റെ റേറ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓക്കെയാണ്. മറ്റെന്താ, അപ്പോൾ എന്തായാലും ഒരു 400 റുപ്യ എന്തായാലും ഉണ്ടാവും, 400ൻ്റെ മേലെ ഉണ്ടാവും. കാരണം ഊബർ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ കിലോമീറ്ററിന് 30 രൂപ വെച്ചിട്ട് വാങ്ങുന്നുണ്ട്, നമുക്ക് തരാത്തതുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ വേണ്ടല്ലോ, ഊബർ കമ്മീഷൻ എടുത്തോട്ടെ. നമ്മളെ കിലോമീറ്ററിനുള്ള നമുക്ക് തന്നിട്ട് ബാക്കി എത്ര, ഇനി 500 റുപ്യ കസ്റ്റമർക്ക് വാങ്ങിക്കോട്ടെ, നമുക്ക് കിലോമീറ്ററിന് 18 റുപ്യ വെച്ച് തന്നാൽ മതി. ഇതങ്ങനെയല്ല, കസ്റ്റമർക്ക് കറക്റ്റ് പൈസ വാങ്ങും, എന്നിട്ട് നമുക്ക് കുറച്ച് തരും, ഊബറുകാർ കുറേ എടുക്കും. പണിയെടുക്കണേ നമുക്ക് കുറവാണ്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ചെയ്യല്, കിലോമീറ്ററിന് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് വിളിച്ച് ചോദിച്ചു നോക്കും. അവർ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ വണ്ടിയിൽ പോവാം, നമ്മൾ ക്യാൻസൽ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രിപ്പ് തന്നെ അവരെടുത്തിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോവുക, അതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മളെ ഗ്ലോബിനെ പിക്ക് ചെയ്യാൻ ഇനി 1.4 കിലോമീറ്ററും കൂടിട്ടോ, 5 മിനിറ്റ്. നമ്മളെ SN ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ ആട്ടോ കാണുന്നത്. അവിടെ പോയിട്ട് യൂട്ടൺ അടിച്ചിട്ട് വരണം. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ആ സിഗ്നൽ കഴിഞ്ഞിട്ട് അവിടെ യൂട്ടൺ അടിച്ചിട്ട് റൈറ്റൊക്കെ എടുക്കുമ്പോൾ റോഡ് കാണിക്കുന്നുണ്ട്. ഇത് നമ്മളെ കസ്റ്റമറോട് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. കസ്റ്റമർ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ എന്ത് പരിപാടി ചെയ്യണത്. കാരണം ഊബർ ട്രിപ്പ് തന്നിട്ട് ഊബറിനെ പറ്റിച്ചാണ്ട് പോവല്ലേ. അപ്പോൾ ഊബറിനെ ശരിക്കും പറ്റിപ്പലൊന്നും അല്ല. പറ്റിക്കല് പറഞ്ഞാൽ അവർ തന്ന ട്രിപ്പാണ്, നമ്മൾ പേഴ്സണലാക്കി പോകാൻ പറ്റില്ല. അപ്പോൾ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർ പൈസ വാങ്ങുന്നുണ്ട്, നമുക്ക് തരുന്ന കുറവാണ്. ലോങ് ട്രിപ്പ് ആകുമ്പോഴേ പ്രശ്നമുള്ളൂ. ഒരു 200-250ൻ്റെ മേലേക്കുള്ള ട്രിപ്പുകളാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അവർ കസ്റ്റമർസിൽ നിന്ന് വല്ലാണ്ട് കൂട്ടി വാങ്ങണില്ല. അപ്പോൾ ആ വാങ്ങുന്ന റേറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് തരുന്നുള്ളൂ, അതാണ് പ്രശ്നം. 250ൻ്റെ മേലേക്കുള്ള ട്രിപ്പുകൾ മുഴുവൻ അങ്ങനെ ആയിരിക്കും. അത് റാപ്പിഡോയിലും ഇങ്ങനെ തന്നെ കേട്ടോ. റാപ്പിഡോ എന്താ പൈസ കൂട്ടാത്ത ചോദിച്ചാൽ ഊബർ ഇത്രക്കാണല്ലോ കൊടുക്കണേ. റാപ്പിഡോ എപ്പോഴും ഊബർ കൊടുക്കണില്ല, കുറച്ചിട്ട് കൊടുക്കാനാണ് നോക്കണേ കസ്റ്റമറെ പിടിക്കാൻ. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് മാത്രം കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് റാപ്പിഡോയും ഇതേപോലെ തന്നെ ഒരു 250ൻ്റെ മേലെ കയറുകയാണെന്നുണ്ടെങ്കിൽ പൈസ നമുക്ക് കുറവായിരിക്കും. അതിനൊക്കെ യാത്രി നമ്മളെ കേരള സവാരിയാണ് ബെസ്റ്റ്. പക്ഷേ കേരള സവാരിയിൽ എന്താ വെച്ചാൽ ട്രിപ്പ് അടിക്കണില്ല. കേരള സവാരി എവിടേക്കാണെങ്കിലും കിലോമീറ്ററിൻ്റെ റേറ്റ് നമുക്ക് തരും, കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേങ്കിൽ അത് ട്രിപ്പ് കുറവാണ്, അതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം. അങ്ങനെ നമ്മളെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. സമയം 9:51 ആയിട്ടുണ്ട്. 430 രൂപ ആയിട്ട് നമുക്കത് കിട്ടിയത് ഗ്ലോബിൻ. നമ്മളതിന് പോകുന്നത് ഇപ്പോൾ കിലോമീറ്റർ 45.9 ആയി. 28 ആയപ്പോഴാണ് നമ്മളവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം നമ്മൾ 18 കിലോമീറ്റർ, ഇനിയിപ്പോൾ 19 ആയാലും 20 ആയാലും 430 രൂപയാണ് നമുക്ക് അതിന് കിട്ടിയിരിക്കണത്. അപ്പോൾ 430 / 18 അടിക്കുമ്പോൾ 23 രൂപ വെച്ചിട്ട് കിലോമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഊബർ ത്രൂ ആണ് പോരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് 240 കണ്ട്. 240 / 18 അടിക്കുമ്പോൾ കിലോമീറ്ററിന് 13 രൂപ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ അക്കൗണ്ട് പോയാൽ നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. നഷ്ട ട്രിപ്പ് നമ്മൾ ഓടൂല. നമ്മൾ വേണമെങ്കിൽ അധികം ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാനാണ് ട്രിപ്പ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കും. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് പോകും. അല്ല എന്തായാലും നമ്മൾ ഇതിന് പോകില്ല, നഷ്ട ട്രിപ്പായിട്ട് പോകില്ല. വേറെ സംഭവം ഉണ്ടായി, ഞങ്ങൾ നല്ലോണം സംസാരിച്ച് പോകുന്നു. അത്യാവശ്യം പ്രായമുള്ള ഒരാളും ആളെ വൈഫും ഉണ്ട്. അപ്പോൾ ഇവിടെ ആസ്റ്റർ മെഡ്സിറ്റിക്കാട്ടോ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞ് കുറേ സംസാരിച്ച് പോകുന്നു. ഇവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ കൊണ്ടായിരുന്നു. ഞങ്ങളൊരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഇറങ്ങും, നമുക്ക് തന്നെ ഒരുമിച്ച് പോവാലോ, ഇനി വേറെ ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിച്ച് പേഴ്സണലാക്കി പോകുന്നു. ഞങ്ങൾ നല്ല കമ്പനിയായി. ഇപ്പോൾ അത് റിട്ടേൺ ട്രിപ്പും പാടെ കിട്ടിയാൽ സെറ്റായി. 430 വീണ്ടും കിട്ടും.
അവിടെ കുറച്ച് മുമ്പ് ഒരു സമരമൊക്കെ ഉണ്ടായിരുന്നു, 3 ദിവസം സമരം ഉണ്ടാവും റേറ്റ് കൂട്ടാനെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഫസ്റ്റത്തെ സമരം ഉണ്ടാവും എന്ന് പറഞ്ഞു ന്യൂസിലൊക്കെ വന്ന്, പക്ഷേങ്കിൽ അന്ന് രാത്രി തന്നെ സമരം ഒഴിവാക്കിയെന്നും പറഞ്ഞു. പിന്നെ അത് ഊബർ ചർച്ചയ്ക്ക് വിളിച്ചോക്കണു സംസാരിക്കാന്നുള്ള രീതിയിൽ എന്നാണ് ഞാൻ കേട്ടോ ഗ്രൂപ്പ് കൂടെയൊക്കെ. ആ 3 ദിവസത്തെ അടുപ്പിച്ച് സമരം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറേ ആൾക്കാർ നാട്ടിലൊക്കെ പോയിന്. പിന്നെ അതിനെക്കുറിച്ചൊരു വിവരം ഉണ്ടായില്ല, 3 ദിവസം സമരം ഉണ്ടായില്ല, റേറ്റ് കൂടും ചെയ്തിട്ടില്ല. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ പറയുന്നത് എന്താണെന്നോ, ഇതിൻ്റെ കുറച്ച് മെയിൻ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വല്ല ചില്ലറയും കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയണത്. എന്തായിന്നാവാം, അതിൻ്റെ സമരത്തിൻ്റെ പിന്നെ ഒരു കൂട്ടവും കേട്ടിട്ടില്ല, റേറ്റ് കൂടിയിട്ടുമില്ല, ഒന്നുമില്ല. എന്തായാലും പേടിക്കണ്ട, നമ്മൾ എന്തായാലും CM-ന് ഒരു മെസ്സേജൊക്കെ അയച്ചോക്കണം. വേറെ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ CM-ന് മെസ്സേജ് അയച്ചോക്കണം കേട്ടോ. ഇത് ഇന്നലെ എനിക്ക് വന്നൊരു മെസ്സേജ് ആയിരുന്നു, എന്തെങ്കിലും പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അയക്കണമല്ലോ. അപ്പോൾ ഞാൻ ഊബർ ട്രിപ്പ് ഫെയർ ഇഷ്യൂ ഹെവി കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് വിട്ടുക്കണം മെസ്സേജ്. അപ്പോൾ തന്നെ ബ്ലൂടിക്കൊക്കെ ആവും, ഒന്നും ആവുന്നില്ല, എന്തായാലും വെറുതെ കിടക്കട്ടെ. അപ്പോൾ ഞാൻ റാപ്പിഡ് ഓണാക്കിയിട്ടുണ്ട്, ഊബർ ഞാൻ ഓണാക്കി നോക്കി നോക്കട്ടെ എന്താണ് അവസ്ഥ നോക്കിയോട്ടെ. ചിലപ്പോൾ നമുക്കൊരു മെസ്സേജ് വരും, നമ്മൾ വ്യക്തിപരമായിട്ട് ഓഫ്ലൈൻ ട്രിപ്പുകൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. 2 ട്രിപ്പാണ് ഊബറിൽ ഓടിയത്, 399 രൂപ. മെസ്സേജ് വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് അടുത്തൊരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് മെസ്സേജ് വരില്ല തോന്നുന്നു. എന്തായാലും നോക്കി നോക്കാം. ഇതിപ്പോൾ 3/4 മണിക്കൂർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ട്രിപ്പ് കിട്ടും, പക്ഷേ എങ്കിൽ അത് 3/4 മണിക്കൂർ തന്നെ ആവണമെന്നില്ല. അവർ ഏകദേശം ഒരു റേറ്റ് പറഞ്ഞതല്ലേ. പിന്നെ അവരെ നമുക്ക് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു നോക്കാനും പറ്റൂല, ഇറങ്ങിയോ എന്ന് ചോദിക്കാനും പറ്റൂല, ഹോസ്പിറ്റലിൽ പോയതല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. 430 രൂപ കിട്ടീന്. അല്ലെങ്കിൽ ഇപ്പോൾ ചേരാനെല്ലൂർ പോകേണ്ടി വരും. നമുക്ക് അടുത്ത ലോക്കൽ ട്രിപ്പ് എന്തെങ്കിലും അടിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കട്ടില്ല എന്നുണ്ടെങ്കിൽ ചേരാനെല്ലൂർ പോയി നോക്കാം. സമയം ഒരു 10:45 നമ്മളെ കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അത് ലാഭമായി. ഞാൻ കുറേ നേരം അവിടെ ഇങ്ങനെ തണലത്ത് നിന്നു, പിന്നെ ഇങ്ങനെ പോയാലോ എന്ന് നിൽക്കുകയായിരുന്നു സമയം. ഞാൻ പിന്നെ ഒരു പറഞ്ഞ മാതിരി ഒരു 3/4 മണിക്കൂർ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു, കിട്ടുകയാണെങ്കിൽ നല്ല ട്രിപ്പ് ആയിക്കോട്ടെ എഴുതിയിട്ട്. അപ്പോൾ അതുവരെ ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല. അതുവരെ നമുക്ക് ആസ്റ്ററിന് ട്രിപ്പോ അങ്ങനെ ഒന്നും അടിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് ട്രിപ്പ് ഇല്ലാത്ത ദിവസം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടിയതായാലും ലാഭമായിക്കോളും തോന്നണേ. അപ്പോൾ ഏതായാലും നമ്മളെ കസ്റ്റമർ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പോയിട്ട് ആളെ പിക്ക് ചെയ്തിട്ട് നമ്മളെ ഇരുമ്പനത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യട്ടെ. എന്നിട്ട് CNG അടിക്കണം. CNG 3 ഘട്ടമുള്ളൂ. എന്തായാലും അവിടെ എത്തുമ്പോഴത്തേന് കറക്റ്റ് ആയിരിക്കും. വേറെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഓഫാക്കിയിട്ടേ അവിടെ തണലത്തുനിന്ന് പോയിരുന്ന്. ഒക്കെ ഇവിടെ സ്ട്രൈക്കിലാണല്ലേ, തിരക്കില്ലെന്ന്. അങ്ങനെ നമ്മൾ റിട്ടേൺ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 450 രൂപ ഇട്ടോ ആളിട്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പിക്ക് ചെയ്ത സ്ഥലമല്ല, അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടി മാറിയിട്ടാണ് ഡ്രോപ്പ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് 450 രൂപ കേട്ടോ. 11:37 ആയിട്ടുണ്ട് സമയം. ഇന്നത്തെ നമ്മളിത് 71 കിലോമീറ്റർ ആയത്. CNG 2 പുള്ളി ഉള്ളൂ, രണ്ടാമത്തെ പുള്ളിയിൽ ഇപ്പോൾ കുറച്ചായി പോയിരുന്നു. അപ്പോൾ ഇനി ഏതായാലും CNG അടിച്ചിട്ട് തുടങ്ങാം. അതുകൊണ്ട് ഇവിടുന്ന് നേരെ കരിങ്ങാച്ചിറ പോട്ടെ, കരിങ്ങാച്ചിറ CNG പമ്പിലേക്ക്. ഇതിപ്പോൾ തൃപ്പൂണിത്തറ ജംഗ്ഷനാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 500 മീറ്റർ കൂടി പോയാൽ തൃപ്പൂണിത്തറ ജംഗ്ഷൻ എത്തും. അവിടുന്ന് ലെഫ്റ്റ് തിരിയുക. ഇന്നത്തെ പേഴ്സണൽ ട്രിപ്പ് എന്തായാലും നമുക്ക് മൊത്തത്തിൽ ലാഭമായിക്കണം. കാരണം അവിടെ ഒരു 40 മിനിറ്റ് റെസ്റ്റ് എടുത്തു, തിരിച്ചിങ്ങോട്ടും കിട്ടി. ഇതിപ്പോൾ നമ്മൾ പേഴ്സണലാക്കി മറ്റേതാണ്ട് പോയപ്പോൾ തന്നെ പേഴ്സണലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ട്രിപ്പും കിട്ടൂല. കാരണം ഞാനത് പേഴ്സണലാക്കണോണ്ടാണല്ലോ എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം വന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് അവർക്ക് ഓക്കെ ആയത്. അപ്പോൾ അവർ റിട്ടേണും വിളിച്ചു. അങ്ങനെ 450 രൂപ. വീട്ടിൽ ചേച്ചീനെ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് ആൾക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. 1.5 കിലോമീറ്റർ ഒന്ന് പോന്നിട്ടുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു 450 ഇട്ടാൽ പോരെ ചോദിച്ചു. ആ 450 മതിയാണ്, നമുക്ക് ധാരാളമാണ്. ഞാൻ 400 വാങ്ങണമെന്ന് കരുതിനെ. പിന്നെ ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ പോരുന്ന വഴിക്ക് വീടെത്തുന്നതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ മുമ്പ് ഒരു സൂപ്പർ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് നിർത്തിന്, ഒരു 5 മിനിറ്റ്. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് നിർത്തിയാലും 1 കിലോമീറ്റർ പോന്നാലും 450 നല്ല ലാഭമുള്ള ട്രിപ്പ് തന്നെയാണ്. നമ്മൾ CNG പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 2-3-4 വണ്ടികളുണ്ട്. 11:45 അതിൻ്റെ സമയം. 641 രൂപ കേട്ടോ CNG ആയത്. 500 രൂപ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട്. ഇവിടെ 152 കിലോമീറ്റർ ആട്ടോ ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. 2 ടീമ്പാടെ ബാലൻസ് ഉണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ആ ഹിൽ പാലസിൻ്റെ അവിടെ പോയി നിൽക്കണം, നല്ല തണലുണ്ടാവും. ഇവിടെ 2-3-4 വണ്ടി പമ്പിൽ തന്നെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഹിൽ പാലസിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് നേരം വിശ്രമിക്കട്ടെ. ഞാനിവിടെ ഹിൽ പാലസിൻ്റെ സൈഡിലാട്ടോ വണ്ടി കൊടുന്ന് പാർക്ക് ചെയ്തതിനെ. അപ്പോൾ ഒരു സൂര്യൻ്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആകെ ഒരു 50 മീറ്റർ എന്തോ ഉള്ളൂ പിക്കപ്പ്, ഫ്രണ്ടിക്കാണ്. അപ്പോൾ ഇത് മരടുക്കാട്ടോ. 157 രൂപയുടെ ട്രിപ്പാണ്. ഏതായാലും ഇനി കുറച്ചൊരു 4-5 ട്രിപ്പ് എടുത്തിട്ട് കാണാം. അപ്പോൾ അങ്ങനെ സമയം 6:33 ആയിട്ടോ. നമ്മൾ അതിന് ശേഷം 7 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഊബറിൽ 6 ട്രിപ്പും റാപ്പിഡോയിൽ 1 ട്രിപ്പാണ് എടുത്തത്. ഇതാണ് നമ്മൾ മരടുക്ക് അടിച്ചിട്ടുണ്ടായിരുന്ന ട്രിപ്പ് 150 രൂപയുടെ. അത് കഴിഞ്ഞിട്ട് 6 ട്രിപ്പ് ഊബറിൽ ഓടി.
റാപ്പിഡോയിൽ ഒരു 168 രൂപയുടെ ഒരു ട്രിപ്പ് ഓടിയിട്ടുണ്ടായിരുന്നു ഇതാണോ. അപ്പോൾ അങ്ങനെ ടോട്ടലി 7 ട്രിപ്പ് ഓടി. ലാസ്റ്റ് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തതേ ചെമ്പരക്കി മച്ചേരിമുക്കൽ താമരച്ചാല റോഡ് ഇവിടെ കേട്ടോ, പെരുമ്പാവിൻ്റെ ഏകദേശം അടുത്താണ് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിരിക്കണത്. അതാ ഒരു മാച്ച് ട്രിപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. മാച്ച് ട്രിപ്പൊക്കെ സാധാരണ പെട്ടെന്ന് പോവലുണ്ട്. ഇത് കുറേ നേരം നിന്ന് ഞാൻ എടുക്കാത്തതുകൊണ്ട് 20 കിലോമീറ്റർ 337 രൂപയാണ് അതിൽ റേറ്റ് കണ്ട്. അപ്പോൾ ആണെങ്കിൽ പേഴ്സണലാക്കി പോയാൽ അത്യാവശ്യം പൈസ കിട്ടും. ഞാൻ എന്തായാലും അത് എടുക്കണില്ല. 40-50 ഇത്ര മിനിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻഫോ പാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പും കുറേ ട്രിപ്പുകൾ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തിയിട്ട് കൊടുത്തുനിന്ന് ഒരു 5-6 വട്ടമൊക്കെ വന്നിട്ടുണ്ടാവും. അതിൽ ഒരു വട്ടം 2 വട്ടമായിട്ട് ട്രിപ്പായിട്ട് വന്ന് ഒക്കെ 5 കിലോമീറ്റർ പിക്കപ്പും പിന്നെ പെരുമ്പാവൂർക്കാണ് ഡ്രോപ്പ്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പിക്കപ്പ് ഇനിയിപ്പോൾ 4 കിലോമീറ്റർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളാ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ എടുക്കായിരുന്നു, വെറുതെ കാലടിച്ച് പോകണ്ടല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ റൂമിലേക്ക് പോവാണ് ഡെസ്റ്റിനേഷൻ ഇട്ടാണ്ട്. അപ്പോൾ അതുകൊണ്ട് 5 കിലോമീറ്റർ പിക്കപ്പും പെരുമ്പാവൂർക്ക് ഡ്രോപ്പ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇപ്പോൾ ഉള്ള ട്രിപ്പ് കാക്കനാട് ഇൻഫോ പാർക്കാണ്. അത് എടുക്കാം, പക്ഷേങ്കിൽ ഞാൻ എടുക്കണില്ല. അത് റൂം കഴിഞ്ഞിട്ട് പിന്നെയും പോകണ്ടേ, പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ച് വരുമ്പോൾ അതിന് കുറേ സമയമാവും, തിരക്കേക്കരപ്പോൾ അവിടെയൊക്കെ. ഏതായാലും ഞാനേ ഇവിടെ നമ്മളെ അവറോറിക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിരിക്കണു ഊബറിൽ. ഞാൻ ഏതായാലും ചെന്ന് നോക്കട്ടെ. ഇതാണ്ടോ 7 കിലോമീറ്റർ പിക്കപ്പും 16 കിലോമീറ്റർ ഡ്രോപ്പ് കാക്കനാട്ടിക്കാണ്. അങ്ങനെ ഒരു 7 മണിയായപ്പോൾ നമ്മളിവിടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഊബറിൽ ഓടിയത് 9 ട്രിപ്പാട്ടോ. 9 മണിക്കൂറും 50 മിനിറ്റുമാണ് ഇന്ന് സമയം എടുത്തത്. 1636 രൂപ കേട്ടോ ഊബറിൽ നിന്ന് ഓടിയത്. ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തു കേട്ടോ, തുള്ളി ഇങ്ങനെ ചാടിയതുണ്ട് ഗ്ലാസ്മേ. കുറേ നേരം ഇങ്ങനെ കുറച്ച് ചാടണു. ഒന്നായിട്ട് ചാടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ജസ്റ്റ് ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ പെയ്തില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഏതായാലും നാളെ കാണാം.